Hi everyone, welcome to Franklin's Lectures. Decide your college in one click. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ആയിട്ട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പൈനാവ്. ഓക്കെ, ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള കോളേജുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പൈനാവ്. ഇതൊരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. 2000 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോളേജാണ്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ ഓക്കെ ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, പഴയ 2000 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജാണ്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചുകൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 330 സീറ്റാണ് ഉള്ളത്. അവിടുത്തെ അഡ്മിഷൻ കീം വഴിയാണ് അഡ്മിഷൻ. അവിടുത്തെ 2025 കട്ട് ഓഫ്, കീമിന്റെ കട്ട് ഓഫ് എത്രയും നോക്കാം. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ സ്റ്റേറ്റ് മെറിറ്റിലല്ല കട്ട് ഓഫ് കാണിക്കുന്നത്, അതിൽ കാറ്റഗറി കട്ട് ഓഫിലാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അതായത് അവിടുത്തെ ഏറ്റവും ഇപ്പോൾ മുസ്ലിംസിനാണ് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 9836 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, 13,930. SCക്ക് 37,000 വരെ പോയിട്ടുണ്ട്. EWS 22,000 സംതിങ് വരെ പോയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലും ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വന്നിട്ട് മുസ്ലിംസ് തന്നെയാണ്. 11,997 വന്നിട്ടുള്ളത്. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനും 15K ആ റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് അതും മുസ്ലിംസിനാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 20,753 വന്നിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വന്നിട്ടുള്ളത് 12,389 വന്നിട്ടുള്ളത്. ഓക്കെ, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കട്ട് ഓഫ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ സ്റ്റേറ്റ് മെറിറ്റിലല്ല, അവിടെ കാറ്റഗറി മെറിറ്റിലാണ് ആൾക്കാർ കയറി പോയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് എന്ത് കട്ട് ഓഫ് ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. ഓക്കെ ഓക്കെ അത്യാവശ്യം ഒരു 10ന്റെ ഉള്ളിൽ റാങ്ക് വേണം. 10. ഓക്കെ, മെക്കാനിക്കലിന് 20ന്റെ ഉള്ളിലാണ്. ആ റേഞ്ചിൽ റാങ്ക് ഉണ്ടെങ്കിലേ കോളേജിൽ കിട്ടുള്ളൂ. ഇത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഓക്കെ, അവിടുത്തെ ഒരു ആനുവൽ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ 11,950 പെർ ഇയർ ആനുവൽ ട്യൂഷൻ ഫീ. ഓക്കെ, ക്യാമ്പസ് ഏരിയ 25 ഏക്കർ ക്യാമ്പസ് ആണ്. ഹോസ്റ്റല്, കോപ്പറേറ്റീവ് സൊസൈറ്റി, കോളേജ് ക്യാൻറ്റീൻ, ലേഡീസ് അമ്യൂണിറ്റി സെന്റർ, ഇന്റർനെറ്റ് ആൻഡ് ക്യാമ്പസ് കണക്ടിവിറ്റി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, സെൻട്രൽ ലൈബ്രറി, കൗൺസിലിംഗ് സെല്ല്, ഈ ലൈബ്രറി ഒക്കെ ഉണ്ട്. ലൈബ്രറീസിന്റെ ഫോട്ടോ, സോഫ്റ്റ്വെയർ ലാബിന്റെയും റാപ്പിഡ് പ്രോട്ടോ 3D പ്രിന്റർ ഉണ്ട്. അഡ്വാൻസ്ഡ് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് പ്രൊജക്ട് ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബ്. ഓക്കെ, പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് കുറച്ച് കമ്പനീസിനെ കൊടുത്തിട്ടുണ്ട്. കണ്ട് പരിചയമുള്ള കമ്പനീസ് ഇൻഫോസിസ്, TCS, കൊഗ്നിസന്റ്, ഇറ്റ്സാഗോ, UST ഗ്ലോബൽ, 60 ടെക്നോളജീസ് ഒക്കെയാണ്. ഇൻഫോസ്റ്റ് ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, റിസർച്ച് ആൻഡ് ടെക്നിക്കൽ റിസോഴ്സ്, അവിടെ CCF പ്രൊവൈഡിങ് ആക്സസ് ടു IEEE journals, conference proceedings and multimedia equipments for technical skill development and research. Innovation focus, innovation solution research, social impact, particularly engineering discipline ഉള്ള സാധനങ്ങളിൽ എന്തുണ്ട്, ഇന്നോവേഷൻ ഫോക്കസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത അക്കാദമിക് ഇൻഫ്രാസ്ട്രക്ചർ. The college include 5 specialized departments, separate department libraries and main library, support research and academic pursuits. Active training. The college hosts a career guidance and CGPC, career guidance and placement cell, industry oriented activities and training ഉണ്ട്. പ്രത്യേകിച്ചായിട്ട് നമ്മൾ ബാക്കിയുള്ള കോളേജിലൊക്കെ പറയുന്ന പോലെ പ്രത്യേകിച്ചായിട്ട് റിസർച്ച് ആൻഡ് ആക്ടിവിറ്റീസിനെ പറ്റി കോളേജിന്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടില്ല. നോർമലി ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ്, ഫോട്ടോസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്രഷേഴ്സ് പാർട്ടി നൈറ്റ് ഒക്കെ നടന്നിട്ടുണ്ട്.
ഓക്കെ, സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, അവിടെ IEEE, IEDC, NSS, IST, ടെക്യുപ് അത്തരത്തിലുള്ള ക്ലബ്സ് ആണുള്ളത്. കോളേജിന്റെ റിവ്യൂ: എ ഗുഡ് ഓർ ഓക്കെ കോളേജ് ദാറ്റ് ഈസ് വർത്ത് ദ പ്രൈസ്. ഗവൺമെന്റ് ഫീസേ വരുള്ളൂ. ഇഫ് ലുക്കിംഗ് ഫോർ എ ഗവൺമെന്റ് കോളേജ്, ലാസ്റ്റ് ഓപ്ഷൻ. ആൻഡ് ഗുഡ് സീനറി ആൻഡ് ഗുഡ് പ്ലേസ്, വ്യൂ ഓൾസോ. ഇടുക്കിയിലാണല്ലോ, അപ്പോൾ കാണാനൊക്കെ ഭംഗിയുള്ള സ്ഥലത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ. ഓക്കെ, ഇത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ആണ്. CCന്റെ അണ്ടറിൽ വരുന്ന ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ആണ്. നമ്മൾ IHRDന്റെ കീഴിലൊക്കെ വരുന്ന കോളേജുകൾ പറഞ്ഞില്ല, അതുപോലത്തെ കോളേജാണ്. ഓക്കെ, ഇതും 2000-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കണ്ണൻദേവൻ ഹിൽസ് മൂന്നാറിലാണ് വരുന്നത്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിന്റെ ഫോട്ടോസ്, നല്ല വ്യൂ ഉള്ള ഏരിയയിലാണ് കോളേജ് ഇരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചസുകൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 240 സീറ്റുകളാണുള്ളത്. കീമ്, മാനേജ്മെന്റ്, NRI കോട്ട വഴി നമുക്ക് അവിടെ അഡ്മിഷൻസ് എടുക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് കട്ട് ഓഫ് റാങ്ക് വന്നത് കീം 2025 കട്ട് ഓഫ് വന്നത് 21,817 ആണ്. ഇലക്ട്രോണിക്സിന് 32,100 സംതിങ്ങും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 52,749, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് സ്റ്റേറ്റ് കട്ട് ഓഫ് വന്നത്, സ്റ്റേറ്റ് മെറിറ്റ് വന്നത് 53,817 ആണ്. ഓക്കെ, അടുത്തൊരു അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 35,000 ആണ്. ഇവിടെ തന്നെ എന്താണ്, ലോവർ ഫീസും ഉണ്ടാവും, ഹയർ ഫീസും ഉണ്ടാവും. ലോവർ മെറിറ്റ് ഫീ ആണ് 35,000 വരിക. ഹയർ ഫീസ് ആകുമ്പോൾ ഏകദേശം ഒരു 10, 80, 70, 80 ആ റേഞ്ചിൽ വരുമായിരിക്കും. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ 26 ഏക്കർ ക്യാമ്പസ് ആണ്. ക്യാൻറ്റീൻ ഉണ്ട്. പ്രോഗ്രാഫിക് സെന്റർ, കോളേജ് ബസ്, സെൻട്രൽ ലൈബ്രറി, ഹോസ്റ്റൽ, ഓഡിറ്റോറിയം, മെഡിക്കൽ ഫെസിലിറ്റി, വീൽ ചെയർ ആക്സസിബിൾ എൻട്രൻസ് ആൻഡ് പാർക്കിംഗ്. ലബോറട്ടറീസിന്റെ ഫോട്ടോസ്: കമ്പ്യൂട്ടേഴ്സ് ലാബ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബ്, ഹൈഡ്രോളിക് മെഷീൻസ് ലാബ്. ഇതൊക്കെ നമ്മുടെ നോർമൽ ഓരോ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള ലാബുകളുടെ ഫോട്ടോസ് ആണ്. പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. അവിടെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്ന ഇൻഫോസിസ്, കൊഗ്നിസന്റ്, സദർലാൻഡ്, MRF, 60 ടെക്നോളജി, ആർമിയ സിസ്റ്റം, ടാറ്റ ഇലക്ട്രോണിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, IEDC സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ഉണ്ട്. ഇൻക്യുബേഷൻ സെന്റർ, ഫാബ്രിക്കേഷൻ ലാബ്, IoT ലാബ്, ലോറ വാൻ നെറ്റ്വർക്ക് ആൻഡ് ഫോസ്റ്റർ ഇന്നോവേഷൻസ്. ആക്റ്റീവ് സ്റ്റാർട്ടപ്പ്, IEDC has incubated at least 4 startup companies: Immunity 21, Strong Heart Industries, Byte Head and Metrolog. അതായത് അറ്റ്ലീസ്റ്റ് 4 സ്റ്റാർട്ടപ്പുകൾ അവിടുന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇൻക്യുബേറ്റ് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവായിട്ട്. നല്ല കാര്യം. സയന്റിഫിക് കൊളാബറേഷൻ: ഇൻ 2021 കോളേജ് കൊളാബറേറ്റഡ് വിത്ത് IIT Madras and the Department of Environmental and Climate Change, Kerala to establish high altitude natural aerosol and bioaerosol laboratory at മൂന്നാർ. IIT Madras ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് എൻവയോൺമെന്റൽ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൽ. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉള്ള കാര്യം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ടെക്നിക്കൽ ഇവന്റ്സ്: ദ കോളേജ് IEEE സ്റ്റുഡൻസ് ബ്രാഞ്ച് എൻഗേജ് ഇൻ ആക്ടിവിറ്റി ലൈക്ക് ഹോസ്റ്റിംഗ് ഗ്ലോബൽ വെർച്വൽ ഹാക്കത്തോൺ ടു സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലം. ഓക്കെ, അവിടുത്തെ ഫെസ്റ്റുകൾ നോക്കാം. ആർട്ട് ഫെസ്റ്റ് നടന്നിട്ടുണ്ട്. അർമാദം ഓണം സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം ASAP ഉണ്ട്, നാഷണൽ നോളജ് നെറ്റ്വർക്ക്, സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള, ASDC, ആർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്. റിവ്യൂ: eco-friendly campus with a good pace and teachers, naturally calm place, average college in heavily location എന്നും കമന്റ്
മീൻസ് റിവ്യൂ ഉണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ. ഇതും എന്താണ്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജാണ് അണ്ടർ CPAC. ഓക്കെ, 1996 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. നേരത്തെ പറഞ്ഞ പോലത്തെ ടൈപ്പാണ്. ഇപ്പം ഇതിനു മുന്നേ പറഞ്ഞില്ലേ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ, അതുപോലത്തെ കോളേജ് തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ. ഇത് 1996 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NB അക്രഡിറ്റഡ് ആണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, ഇനി നമുക്ക് അവിടുത്തെ ബ്രാഞ്ചസുകൾ നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. പോളിമർ എഞ്ചിനീയറിംഗ്, പോളിമർ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 360 സീറ്റുകളാണ് അവിടെ ഉള്ളത്. കീമു വഴിയും NRI കോട്ട വഴിയും കയറാം. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നുള്ളത് 35,266 ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗിന് 62,000 സംതിങ് ആണ് കട്ട് ഓഫ് വന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് വന്നത് 67,000 സംതിങ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 50,794 കട്ട് ഓഫ് വന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 49,999 വന്നത്. പോളിമർ എഞ്ചിനീയറിംഗിന് 64,357 കട്ട് ഓഫ് വന്നത്. ഓക്കെ, അവിടുത്തെ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 36,500 പറയുന്നത് പെർ ഇയർ. ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 25 ഏക്കർ ക്യാമ്പസ് ആണ്. ഓഡിറ്റോറിയം, ക്യാൻറ്റീന്, ഡ്രോയിങ് ഹാള്, ഫുട്ബോൾ ഗ്രൗണ്ട്, ഹോസ്റ്റല്, ലബോറട്ടറീസ്, മെയിൻ ലൈബ്രറി, ഓപ്പൺ എയർ സ്റ്റേജ്, വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ട്. ലാബിന്റെ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ലാബ്, സർക്യൂട്ട് ലാബ്, സിസ്റ്റം ലാബ്, പോളിമർ പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് ലാബ്, ഇലക്ട്രിക്കൽ മെഷർമെന്റ് ലാബ്. ഓക്കെ, ഇവിടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, പോളിമർ എഞ്ചിനീയറിംഗ്. സാലറി ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. പ്ലേസ്മെന്റ് സമ്മറി. MRF, അപ്പോളോ, കൊസ്റ്റ് ഗ്ലോബൽ, മിഡ്സാഗോ, സ്പെരീഡിയൻ, 60 ടെക്നോളജി, എഞ്ചിനീയറിംഗ് സ്മാർട്ട്നെസ്, പല കമ്പനികളും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ R&D സെല്ലുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെല്ലുണ്ട്. 4 മെമ്പർ കമ്മിറ്റി പെർ ഡിപ്പാർട്ട്മെന്റ് പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ഏരിയാസ്. ഓക്കെ, ഫോക്കസ് ഏരിയ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഡെവലപ്പിംഗ് ന്യൂ ടൂൾസ് ഫോർ പ്രോബ്ലം സോൾവിംഗ്, റൂറൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിന് ഉള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നതിനാണ്. അത്തരത്തിലുള്ള ഡെവലപ്പിംഗ് ന്യൂ ടൂൾസ് എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ റൂറൽ ഏരിയക്ക് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്ന ടൂൾസുകൾ ഉണ്ടാക്കുന്നതിനാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ വിത്ത് ഓണ്ടർപ്രണേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ടു ഫോസ്റ്റർ ഇന്നോവേഷൻ ഇഷ്യൂസ്. എമർജിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻ കവേർഡ് അഡ്വാൻസ്ഡ് ഫീൽഡ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്. സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് like the Startup India scheme providing mentorship and potential funding. സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അവിടുത്തെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഫോം പാർട്ടി നടന്നിട്ടുണ്ട് യുഗ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ് നോക്കാം. അവിടെ IEEE റോബോട്ടിക്സ് ക്ലബ്സ് ആണുള്ളത്. ഓക്കെ, കോളേജിന്റെ റിവ്യൂസ്. ഗുഡ് പ്ലേസ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആർ പ്രൊവൈഡ് ബൈ UCE തൊടുപുഴ. ഡിസാറ്റിസ്ഫൈഡ് ബിക്കോസ് ഓഫ് മാനേജ്മെന്റ് ആക്ഷൻ, നോ പ്ലേസ്മെന്റ് എന്നൊക്കെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജ് MBC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പീരുമേട്. സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2001 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജ് ആണ്. NB അക്രഡിറ്റഡ് ആണ്. NAC B+ ഉണ്ട്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജ് ആണ്. കോളേജിന്റെ ഫോട്ടോഗ്രാഫ്സ്. വലിയ കോളേജാണ്. ഓക്കെ,
ഇനി അവിടുത്തെ ബ്രാഞ്ചസുകൾ നോക്കാം. അവിടെ സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 120 സീറ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. ടോട്ടൽ 450 സീറ്റ് ഉണ്ട്. അഡ്മിഷൻ മോഡ് കീം മാനേജ്മെന്റ് NRI കയറാം. ലാസ്റ്റ് ഇയർ കീമിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് സിവിൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 64,605 ആണ് വന്നിട്ടുള്ളത്. അതേ സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60,471, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 58,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നിട്ടില്ല, ചിലപ്പോൾ പുതിയ ബ്രാഞ്ച് ആയിരിക്കാം. ഓക്കെ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വന്നിട്ടുള്ളത് 41,000 സംതിങ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് എന്തില്ല, ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഇല്ല, മേ ബി ഇതും പുതിയ ബ്രാഞ്ച് ആയിരിക്കും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 63,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 59,000 സംതിങ് ആണ് റാങ്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 90,000 പെർ ഇയർ ആണ്. ഓക്കെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 13.5 ഏക്കർ ക്യാമ്പസ് ആണ്, 30.5 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, CCF, ലാംഗ്വേജ് ലാബ്, ഹോസ്റ്റല്, ഹെൽത്ത് ക്ലബ്ബ്, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ട്, കഫ്തീരിയ ഉണ്ട്, എല്ലാ സെമിനാർ ഹാള്, മിനി ഓഡിറ്റോറിയം, കോൺഫറൻസ് ഹാള്, ഡ്രോയിങ് ഹാള്, ലബോറട്ടറി, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലാബിന്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ലാബ്, സർക്യൂട്ട് ആൻഡ് മെഷർമെന്റ് ലാബ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലേസ്മെന്റിന്റെ സമ്മറി IS സാലറി, അവറേജ് സാലറി കൊടുത്തിട്ടില്ല. നോർമലി വരുന്ന എല്ലാ ടോപ്പ് റിക്രൂട്ടേഴ്സും ഉണ്ട്. ഇൻഫോസിസും സദർലാൻഡും UST ഗ്ലോബലും ഒക്കെ വന്നിട്ടുണ്ട്. അല്ലാത്ത 2-3 കമ്പനികളും കൂടി RDC കോൺക്രീറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. RDC കോൺക്രീറ്റ് മേ ബി സിവിൽ എഞ്ചിനീയറിംഗിന് പ്ലേസ്മെന്റ് കൊടുത്ത കമ്പനി ആയിരിക്കും. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് അവിടെ R&D സെല്ലുണ്ട് ആൻഡ് ഇന്നോവേഷൻ IEDC സെല്ലുണ്ട്. ഓക്കെ, കൊളാബറേഷൻസ് MOE ഫോർ ജോയിന്റ് റിസർച്ചിന് വേണ്ടിയിട്ട് MOE സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്പേസ് സൊസൈറ്റിയുമായിട്ട് റോക്കറ്റ് ഡെവലപ്മെന്റിന്റെ അഡ്വാൻസ്ഡ് സ്റ്റുഡൻസ് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. മീൻസ് the institution support advanced student project including the development of indigenous rocket by space society, make a space and skill program, provide infrastructure for hands-on innovation and driven activities പറയുന്നുണ്ട്. അവിടുത്തെ ടെക് ഫെസ്റ്റ് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് നടക്കാറുണ്ട്, അതിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അവിടുത്തെ ക്ലബ്സ് IEEE, IEDC, NSS, IST, ICI, പിന്നെ IET, അങ്ങനെ നോർമൽ ക്ലബ് എല്ലാ കോളേജുകളിലുള്ള ക്ലബ്സ് ഒക്കെ ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കാം. I am very satisfied with the infrastructure, food and all. Faculties are very supportive. Our college provide good placement in 2022 and 2023 എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കോളേജാണ് അൽ അസർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തൊടുപുഴ. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2010 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NAC അക്രഡിറ്റഡ് ആണ്, ISO സർട്ടിഫൈഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അവിടെയുള്ള ബ്രാഞ്ചുകൾ നോക്കാം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്, ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ്, ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് 60 സീറ്റ്, ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 420 സീറ്റുകളുണ്ട്. ലാസ്റ്റ് ഇയർ കട്ട് ഓഫും അഡ്മിഷൻ മോഡും നോക്കാം. അഡ്മിഷൻ മോഡ് കീം വഴിയും മാനേജ്മെന്റ് NRI വഴി കോട്ട വഴിയും കയറാം. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് സ്റ്റേറ്റ് മെറിറ്റ് വന്നിട്ടുള്ളത് 67,300 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 52,700 സംതിങ് വന്നു.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 53,500 സംതിങ് വന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 60,974 വന്നത്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 65,650. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് വന്നത് 63,956. ഓട്ടോമൊബൈലും സിവിൽ എഞ്ചിനീയറിംഗിനും കഴിഞ്ഞ തവണ അഡ്മിഷൻ എടുക്കാത്തതോ അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചുകളോ ആയിരിക്കാം. അടുത്തൊരു അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 75,000 പെർ ഇയർ ആണ്. ക്യാമ്പസ് ഏരിയ 97 ഏക്കർ ക്യാമ്പസ് ആണ്. മൾട്ടി ജിം, ട്രാൻസ്പോർട്ടേഷൻ, ATM, ക്യാമ്പസ് ജനറൽ സ്റ്റോർ, വൈഫൈ എനാബിൾഡ് ക്യാമ്പസ്, സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ലബോറട്ടറീസ്, ലൈബ്രറി, സ്പോർട്സ് ഫെസിലിറ്റീസ്, കരിയർ ഗൈഡൻസ്, സ്റ്റുഡൻറ് കൗൺസിലേഴ്സ്, ക്ലബ്സ്, സ്റ്റുഡൻസ് ഹൗസിംഗ് എല്ലാം ഉണ്ട്. ലാബിന്റെ ഫോട്ടോസ് ആണ് കാണിക്കുന്നത്. ദെൻ പ്ലേസ്മെന്റ് സമ്മറി, ഹയസ്റ്റ് സാലറി, ആവറേജ് സാലറി എവിടെയും കണ്ടില്ല. നോർമലി വരുന്ന കമ്പനികൾ ഇൻഫോസിസ് വന്നിട്ടുണ്ട്, UST ഗ്ലോബൽ, ഇതൊക്കെ വേറെ എവിടെയും കാണാത്ത കുറച്ച് കമ്പനികളും വന്നിട്ടുണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, IEDC ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, IEDC ഉണ്ട്. ആൻഡ് ഫണ്ടിങ് സപ്പോർട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ അസിസ്റ്റ് ആക്സസിങ് ദ ഫണ്ടിങ് സോഴ്സ് ഫോർ ഇന്നോവേറ്റീവ് പ്രൊജക്റ്റിന് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ, ഇൻഡസ്ട്രിയുമായിട്ട് കോളേജ് എന്ത് ചെയ്യുന്നുണ്ട്, MOU ഉണ്ടാക്കുന്നുണ്ട്. പ്രൊമോട്ടിങ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ആൻഡ് ഫോക്കസ് ഏരിയ, വേരിയസ് ഫീൽഡിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും മെഷീൻ ലേണിംഗിലും റോബോട്ടിക്സിലൊക്കെ അവർ റിസർച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവന്റ്സ് ആൻഡ് വർക്ക്ഷോപ്സ്, റെഗുലർ വർക്ക്ഷോപ്സ്, നെറ്റ്വർക്കിംഗ് സെഷൻസ് ഒക്കെ നടക്കാറുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, ദ ക്യാമ്പസ് ഈസ് എക്യുപ്പേർഡ് വിത്ത് വെൽ എക്യുപ്പേർഡ് ലാബ് ആൻഡ് ഫെസിലിറ്റീസ് ടു ഫെസിലിറ്റേറ്റ് ടെക്നിക്കൽ റിസർച്ച്. ഓക്കെ, അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിന്റെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അവിടെയുള്ള ക്ലബ്ബുകൾ നോക്കാം. ക്ലബ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ കൗൺസിൽ, IEDC, NSS, യങ് ഇന്ത്യ ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, എക്കോ ക്ലബ്ബ്, ഓണ്ടർപ്രണർഷിപ്പ് ക്ലബ്ബ്. റിവ്യൂ നോക്കാം. റിവ്യൂ കൊടുത്തിട്ടുള്ളത് അഫോർഡബിൾ കോളേജ് വിത്ത് ഗുഡ് ലേണിംഗ് ആൻഡ് ക്യാമ്പസ് ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അഫോർഡബിൾ ഫീസ്, ഗുഡ് ടീച്ചേഴ്സ്, യൂസ്ഫുൾ കരിക്കുലം ആൻഡ് ഡീസെന്റ് പ്ലേസ്മെന്റ് എന്നും കൊടുത്തിട്ടുണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള 5 കോളേജുകളാണ് നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഡിസ്ട്രിക്റ്റിലുള്ള കോളേജുകളുമായിട്ട് നമുക്ക് വരാം. ഓക്കെ.